യൂറോപ്പ് എന്നത് യഥാർത്ഥത്തിൽ എന്താണ് മാം? ഒരു രാജ്യത്തെ പറഞ്ഞ് നമുക്ക് യൂറോപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും? ഒരിക്കലും യൂറോപ്പ് ഒരു രാജ്യമല്ല, ഒരു കൺട്രി എന്ന് പറഞ്ഞ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് യൂറോപ്പിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. വെസ്റ്റേൺ യൂറോപ്പ്, ഈസ്റ്റേൺ യൂറോപ്പ്, സ്കാൻഡിനേവിയൻ കൺട്രീസ്, പിന്നെ ബോൾട്ടിക്സ് എന്ന് പറയുന്ന സ്ഥലങ്ങൾ. ഇതിൽ വെസ്റ്റേൺ യൂറോപ്പ് എന്ന് പറയുമ്പോൾ ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, സ്വിറ്റ്സർലൻഡ് ഇതെല്ലാം വരുന്നതാണ് വെസ്റ്റേൺ യൂറോപ്പ്. ഇനി ഈസ്റ്റേൺ എന്ന് പറയുമ്പോൾ ഓസ്ട്രിയ, ഹംഗറി, ചെക്ക് റിപ്പബ്ലിക്, ആ ഒരു ബെൽറ്റാണ് വരുന്നത്. അത് ഒരു പുരാതനമായ ഒരു യൂറോപ്പാണ്. ഇനി വരുന്നത് സ്കാൻഡിനേവിയൻ കൺട്രീസ് ആണ്. നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്, ഡെൻമാർക്ക്, ഈ ഒരു ബെൽറ്റാണ് സ്കാൻഡിനേവിയ വരുന്നത്. അത് കൂടുതലും പ്രകൃതിയോട് ഒത്തുചേർന്നുള്ള ഒരു രാജ്യങ്ങളാണ്. ഇനി ബോൾട്ടിക്സ്, ബോൾട്ടിക് സീയുടെ അടുത്ത് വരുന്ന ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ ഇതെല്ലാമാണ് ബോൾട്ടിക്സ്. സോ പൊതുവെ ഇതെല്ലാം കമ്പൈൻ ചെയ്യുന്ന ഒരു വലിയൊരു ഡെസ്റ്റിനേഷനാണ് യൂറോപ്പ്. 1-2 യാത്രകൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഇതിനെ കവർ ചെയ്യാൻ കഴിഞ്ഞാൽ സാധിക്കില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ യൂറോപ്പ് ഒരു സംസ്കാരമാണ്, വെറും ഒരു രാജ്യമല്ല.